1990-കളിൽ ബാലൻഡിയോർ അവാർഡ് പ്രവചനാതീതമായിരുന്നു. ജേതാവിന് അത്ര എളുപ്പം പ്രവചിക്കാൻ കഴിയുമായിരുന്നില്ല. 1994-ൽ ബാഴ്സലോണയുടെ ക്രിസ്റ്റോ സ്റ്റോയിച്കോവാണ് ബാലൻഡിയോർ പുരസ്കാരം നേടിയത്. റോബർട്ടോ ബാജിയോയെയും പോളോ മാൽഡിനിയെയും പിന്തള്ളിയായിരുന്നു സ്റ്റോയിച്കോവിന്റെ നേട്ടം. റൊമാനിയയുടെ ജോർജ് ഹാഗിയും സ്വീഡന്റെ തോമസ് ബ്രോലിനുമായിരുന്നു തൊട്ടുപിന്നിൽ. ബ്രോലിന് അന്ന് വെറും 24 വയസ്സ് മാത്രമായിരുന്നു പ്രായം. കളിക്കളത്തിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന കാലം. പക്ഷേ 4 വർഷത്തിനു ശേഷം ബ്രോലിൻ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ഇപ്പോൾ വാക്വം ക്ലീനറുകൾ വിറ്റാണ് ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ച താരം ജീവിക്കുന്നത്. ഇറ്റാലിയൻ ക്ലബ് പാർമയുടെ താരമായിരുന്നു ബ്രോലിൻ. പാർമയ്ക്കൊപ്പം യൂറോപ്യൻ കപ്പ്, വിന്നേഴ്സ് കപ്പ്, യുവേഫ സൂപ്പർ കപ്പ്, യുവേഫ കപ്പ്, കോപ്പ ഇറ്റാലിയ കിരീടങ്ങൾ ബ്രോലിൻ സ്വന്തമാക്കി. 95-ൽ ലീഡ്സ് യുണൈറ്റഡിലേക്ക് മാറിയതോടെയാണ് ബ്രോലിന്റെ കരിയറിൽ മങ്ങലേൽക്കുന്നത്. FC സൂറിച്ചിലെ ലോൺ കാലയളവിലും പാർമയിലേക്കുള്ള തിരിച്ചുവരവിലും ബ്രോലിന്റെ കളിയുടെ മാറ്റ് വീണ്ടെടുക്കാൻ സഹായിച്ചില്ല. ഇതോടെ 1998-ൽ ക്രിസ്റ്റൽ പാലസിന്റെ താരമായിരിക്കെ വിരമിക്കാൻ തീരുമാനിച്ചു. വെറും 28 വയസ്സുള്ളപ്പോൾ ബ്രോലിൻ ഫുട്ബോളിനോട് വിട പറഞ്ഞു. ബിസിനസ് ലോകത്തേക്ക് കടന്നു. അദ്ദേഹം ഒരു വാക്വം ക്ലീനർ കമ്പനി ആരംഭിച്ചു. പലരും മണ്ടൻ തീരുമാനമെന്ന് ആക്ഷേപിച്ചെങ്കിലും ഏറ്റവും ബുദ്ധിപരമായ തീരുമാനമെന്ന് തെളിയിക്കാൻ ബ്രോലിന് കഴിഞ്ഞു. പ്രതിവർഷം 1,30,000-ത്തിലധികം വാക്വം യൂണിറ്റുകളാണ് ബ്രോലിന്റെ കമ്പനി വിൽക്കുന്നത്. കളിക്കളത്തിൽ സജീവമായപ്പോഴത്തെ അതേ ആവേശവും ആനന്ദവും ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നും ബ്രോലിൻ പറയുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.